ഖത്തറിൽ നിന്ന് ഷഫീഖ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഫീഖ് ഓക്കെ ആണോ? എന്താണ് ഖത്തറിലെ സാഹചര്യം? ഈ കുറെ സ്ഫോടന ശബ്ദങ്ങളൊക്കെ കേട്ടു എന്ന് പറയുന്നു. ആശങ്കപ്പെടേണ്ട എന്തെങ്കിലും സാഹചര്യമുണ്ടോ? ഏകദേശം പ്രാദേശിക സമയം ഒരു 7:30 നമ്മൾ വീടിന്റെ ഭാഗങ്ങളൊക്കെ പിന്നെ മുഴങ്ങുന്ന ശബ്ദം പുറത്തുനിന്ന് കേട്ടു. അപ്പോൾ ഒരു തരിപ്പ് മൊത്തത്തിൽ ബിൽഡിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എണീറ്റത്. ഇപ്പോ ആകാശത്ത് പുറത്തേക്ക് സാധാരണ ഇന്റർസെപ്ഷൻ കാണുന്ന സമയത്ത് പുറത്ത് പുകയൊക്കെ കാണാറുണ്ട്. അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷേ US ബേസിലേക്ക്, അതായത് അൽഉദൈദ് എന്ന് പറയുന്ന US ബേസിലേക്കാണ്, US ബേസ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വീണ്ടും അറ്റാക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പം എന്തൊക്കെ മുൻകരുതൽ നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? ഈ ടെൻഷൻ ഉണ്ടോ? ആളുകളായിട്ട് അവിടെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു സാഹചര്യം ആദ്യമായിട്ടായിരിക്കുമല്ലോ അഭിമുഖീകരിക്കുന്നത്. ആ ഒരു ടെൻഷൻ ഉണ്ടോ അവിടെയുള്ള ആളുകൾക്ക്? ഇല്ല, ആക്ച്വലി ഇത് ഇപ്പൊ ഇന്നലെ ഉച്ചക്ക് 12 മണി മുതൽ അർദ്ധരാത്രി ഒക്കെ ഇതുപോലുള്ള അവസ്ഥയായിരുന്നു. അവരടിക്കുന്നു, വലിയ ശബ്ദങ്ങൾ കേൾക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു ഉത്ഭവം നമുക്ക് മനസ്സിലുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഖത്തർ ഗവൺമെന്റിന്റെ ആഭ്യന്തര മന്ത്രാലയം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ടൈം ടു ടൈം തരുന്നുണ്ട്. ഇപ്പൊ എവിടെയാണോ നിങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ, അതായത് വീടുകളിൽ നിന്ന് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ മറ്റൊരു കാര്യത്തിന് പുറത്തേക്ക് പോകരുത് എന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് സ്കൂളുകൾക്കും അതുപോലെ ഗവൺമെന്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ വർക്ക് ഫ്രം ഹോം എന്നുള്ള സംവിധാനത്തിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ ഇപ്പൊ ഇന്നലെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്, ചില ഭാഗങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പല ഭാഗങ്ങൾ കത്തിപ്പിടിക്കുന്നതൊക്കെ. അപ്പൊ അത് ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണിട്ട് അത്തരം ഭാഗങ്ങളിൽ ചില തരത്തിലുള്ള ഫയറിന്റെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ മറ്റുള്ള അത്യാഹിതങ്ങളൊന്നും നമുക്കാർക്കും ഇതുവരെ ഇല്ല. ഓഫ് കോഴ്സ് ഇങ്ങനെ ഇഷ്യൂസ് വളരെയധികം സംസാരിച്ചതിന് വളരെയധികം നന്ദി ഷഫീഖ്. സുരക്ഷിതനായി ഇരിക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. സേഫ് ആയിട്ടിരിക്കൂ.